ഹായ് ഹലോ നമുക്കിന്ന് ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന മുട്ടക്കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ജീരകം, ഇത് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ല മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടുക. എന്നിട്ട് പെരിഞ്ജീരകം ഇതൊക്കെ ഒന്ന് പൊട്ടിയ ശേഷമേ നമുക്ക് വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വെല്ലുള്ളിയാണ് കേട്ടോ. ഇത് വെല്ലുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് വേഗം ഒന്ന് വാടിക്കിട്ടുകയും സവാള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. വഴറ്റിയ ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും സവാള നന്നായിട്ടൊന്ന് വാടിയ ശേഷം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഇത് മൂന്നെണ്ണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മുട്ടക്കറീൻ്റെ അളവ് അനുസരിച്ച് പോലെ മസാലേൻ്റെ അളവ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നന്നായിട്ട് ബ്രൗൺ കളർ ആവണം കേട്ടോ. ലൈറ്റ് ഒരുപാട് നമുക്ക് കരിക്കാൻ പാടില്ല, കുറച്ച് ഒരു അളവിന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 തക്കാളിയാണ് കേട്ടോ. 4 തക്കാളി പേസ്റ്റാക്കി എടുത്തു. ശരിക്കും കട്ട് ചെയ്തിട്ട് ഇട്ടാലാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം നന്നായി ഒന്ന് വാടിയ ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കാൻ്റെ പൊടി, ഞാനത് 3 ഒന്ന് വീട്ടിലൊന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ്. ഈ പൊടിയാണ് കേട്ടോ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുക. ഇതെപ്പോഴും വീട്ടിൽ പൊടിച്ച് വെക്കുക കേട്ടോ. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇത് 3 മാത്രം ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. ഇത് മുട്ടക്കറിക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഏതും പൊടി ചേർക്കണ്ട കേട്ടോ. ഇത് ഇട്ടാലാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ അളവിനനുസരിച്ച് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ ഉരുളക്കിഴങ്ങ് മതി. ഞാനിപ്പോൾ പാനിലായതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് വെന്ത ശേഷമേ തേങ്ങയും മുട്ടയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയതുകൊണ്ട് വേവി സ്പീഡാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വാടിയ ശേഷം എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂടീൻ്റെ തേങ്ങയാണ് കേട്ടോ. ആ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർക്കുക. എനിക്കിപ്പോൾ തേങ്ങ അരച്ചത് ചേർക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ അളവിനനുസരിച്ച് പോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് തിക്കായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ലൂസ് ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോലെ നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. മുട്ട കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 മുട്ട ആയതുകൊണ്ട് 2 മുട്ട ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കട്ടെ, അപ്പോൾ ഉടഞ്ഞു പോവില്ല. ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട കൂടുതലാവുമ്പോൾ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 2 ഉള്ളത് കാരണം ഞാൻ 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല വേവിച്ച ശേഷം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ സ്പീഡാക്കിയത് കൊണ്ടാണ് കേട്ടോ വേഗം ആയത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മുട്ടക്കറി എന്തൊരു ടേസ്റ്റാണ് പറയട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ഇത് നമുക്ക് പത്തിരി, നൂൽപുട്ട്, ചപ്പാത്തി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പത്തിരിക്കാണ് കേട്ടോ. പത്തിരിക്ക് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണ ഇതാണ് കേട്ടോ.